ഫ്ലൈങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഫ്ലൈങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. നല്ല എക്സ്പീരിയൻസ് ആണ്. ഇതിപ്പോ എക്സാം ഒക്കെ കഴിഞ്ഞു. നല്ലതായിട്ട് എക്സാം ഒക്കെ എഴുതാൻ പറ്റി. ഇനി 1 വീക്ക് ഒന്ന് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ഫ്ലൈ. സോ ഇപ്പൊ ഡൊമസ്റ്റിക് മാത്രമാണ് ഇപ്പൊ ഫ്ലൈങ് ചെയ്തത്. സോ ദാറ്റ്സ് എക്സ്പീരിയൻസ് ആയിരുന്നു. സോ ഇപ്പൊ നമ്മള് എയർ ഇന്ത്യയിൽ പ്ലേസ് ആയ കുട്ടിയുടെ ഫീഡ്ബാക്ക് ആണ് കേട്ടോ കേട്ടത്. ഇനി ഇൻഡിഗോയിൽ ക്രൂ ആയിട്ട് പ്ലേസ് ആയ കുട്ടിയുടെ ഫീഡ്ബാക്ക് കേട്ടാലോ? സാൻഡ്രയുടെ ഇവിടുത്തെ 1 ഇയർ എക്സ്പീരിയൻസ് ഒന്ന് പറയോ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഞാൻ പ്ലേസ്ഡ് ആയത് തന്നെ. സോ ഇറ്റ് വാസ് ഓസം 1 ഇയർ കോഴ്സ് എന്ന് പറയുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് നല്ല ക്ലാസ്സുകളൊക്കെ കിട്ടി. ലാംഗ്വേജിന് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി. ഇന്റർവ്യൂവിനെ പറ്റിയൊക്കെ നല്ലൊരു ഐഡിയ ഇവിടെ വന്നപ്പോ കിട്ടി. നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. മാം നല്ല സപ്പോർട്ടിംഗ് ആയിരുന്നു. 1 ഇയർ എക്സ്പീരിയൻസ് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. കാരണം എനിക്ക് ലാംഗ്വേജ് ഒന്നും അത്ര ഇമ്പ്രൂവ് ഒന്നും ആയിട്ടില്ലായിരുന്നു. ഞാൻ +2 കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് എടുക്കണം എന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് എനിക്ക് പണ്ട് ഏവിയേഷൻ ഫീൽഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോ ലാംഗ്വേജ് ഇല്ല, അതിന്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇല്ല. ഇതെല്ലാം ഇവിടുത്തെ ഫാക്കൽറ്റീസിന്റെ എല്ലാം ഹെൽപ്പ് കൊണ്ട് എനിക്ക് അടിപൊളിയായിട്ട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ വന്നപ്പോ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ലാംഗ്വേജ് ക്ലാസ്സസ് ഒക്കെ നന്നായി ഹെൽപ്പ് ചെയ്തു. കുറെ നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ഞാൻ കൊച്ചിൻ എയർപോർട്ടിൽ ഇപ്പോൾ പ്ലേസ്ഡ് ആയി. ഇവിടുത്തെ ഫാക്കൽറ്റീസും ഇവിടുത്തെ ക്ലാസ്സസ് ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കോൺഫിഡൻസും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ ബിൽഡ് ചെയ്യാൻ. ഞാൻ കൊച്ചി തൃശ്ശൂരായിട്ട് ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം 3 മന്തായി ഞാൻ ബാംഗ്ലൂർ എയർപോർട്ട് പ്ലേസ്ഡ് ആയിട്ട്. പിന്നെ ഐ എം വെരി ഹാപ്പി ഫോർ ചൂസിംഗ് ദി സിഗ്നേച്ചർ ഏവിയേഷൻ. 1 ഇയർ കോഴ്സ് ആണെങ്കിലും കോഴ്സിന് ജോയിൻ ചെയ്ത് വിത്തിൻ 4 months ഞാൻ എയർ ഇന്ത്യ സാറ്റ്സിൽ പ്ലേസ്ഡ് ആയി. അതിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് സിഗ്നേച്ചർ ഏവിയേഷൻ അക്കാദമി തന്നെയാണ്. ഞാനിവിടെ വരുമ്പോൾ ഏറ്റവും വലിയ കൺസേൺ എന്റെ ലാംഗ്വേജ് ആയിരുന്നു. എന്റെ ലാംഗ്വേജ് ആണെങ്കിലും ഗ്രൂമിംഗ് ആണെങ്കിലും എന്റെ സെൽഫ് കോൺഫിഡൻസ് ആണെങ്കിലും അത് ഒത്തിരി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐശ്വര്യ മാമും അനുമാമും ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഒട്ടും ഒക്കെ അല്ലാതിരുന്ന എനിക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ലാംഗ്വേജ് ക്ലാസ്സുകൾ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പോരാത്തന്നെ ഐശ്വര്യ മാമിന്റെ മോക്ക് ഇന്റർവ്യൂസും അത് എന്റെ സെൽഫ് കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു. Ash Signature Aviation Academy, where your dreams takes off.